ഇന്നിപ്പോൾ എങ്ങോട്ടാണ് ഈ കാൽനട യാത്ര എന്നല്ലേ? ഞങ്ങൾ ഷോപ്പിലേക്ക് പോകട്ടെ. കുറേ ദിവസമായി ഞാൻ ഷോപ്പിലേക്ക് പോയിട്ട്. അപ്പോൾ അവിടെ ക്ലീൻ ചെയ്യാനായിട്ട് കുറേ ഉണ്ട്. പിന്നെ എൻ്റെ വീട്ടിലേക്ക് പോണ ദിവസം കൂടിയാണ്. അപ്പോൾ വേഗം അർജൻറ്റായിട്ട് പോവാട്ടെ. അപ്പോൾ ഞങ്ങളൊരു കുറുക്ക് വഴി പിടിച്ചിട്ടാണ് പോണത് കേട്ടോ. നമ്മളെപ്പോഴും ഒരു കുറുക്ക് വഴി നോക്കിയിട്ടാണ് പോവുക. അപ്പോൾ കുറുക്ക് വഴി കൂടെയാണ് പോണത്. പിന്നെ നടന്ന് പോകുമ്പോൾ ഗുണം പിന്നെ ഇതൊക്കെ തന്നെ കേട്ടോ. എല്ലാ കാടും പൊന്തിയൊക്കെ പറിച്ചിട്ടാണ് ഞാൻ പോവുള്ളൂ. അങ്ങനെ കടയിലെത്തി പിന്നെ നമ്മുടെ കലാപരിപാടിയും തുടങ്ങി. അപ്പോൾ ഒരു ക്ലീനിങ് കഴിഞ്ഞ് പിന്നെ നേരെ തീറ്റ. പിന്നെ അത് കഴിഞ്ഞ് പിന്നെയും ക്ലീൻ ചെയ്യും, പിന്നെയും തീറ്റ. അതാണ് എൻ്റെ സിസ്റ്റം കേട്ടോ. അപ്പോൾ ഇവിടെ വന്നാൽ ഇവൻ എന്തൊക്കെ എടുക്കണം എന്നൊരു ഇതുണ്ടാവില്ല കേട്ടോ. പിന്നെ ഞാനൊരു അന്നാരി സർവത്ത് കുടിക്കാം കേട്ടോ. അപ്പോഴത്തേക്ക് ഭയങ്കര പുളിയുണ്ട് കേട്ടോ. ഞാൻ കുടിച്ച് കുടുങ്ങിയത് കേട്ടോ. ഭയങ്കര പുളിയുണ്ട്. പിന്നെ ഞാൻ ഈ ഒരു കായംകുളം കൊച്ചുണ്ണിയായി കടത്തുന്നത് എന്താണെന്ന് അറിയാം. എൻ്റെ ഉമ്മാനെ കാണാൻ പോകുമ്പോൾ എനിക്കൊരു കുട്ടിച്ചാക്ക് സാധനം കൊണ്ടാണ് കേട്ടോ. അപ്പം മെല്ലെ ഇവിടുന്ന് കടത്തുകയാണ്. നിങ്ങളൊന്നും വിചാരിക്കണ്ട കേട്ടോ. അപ്പം അങ്ങനെയാണ് എൻ്റെ വീട്ടിലേക്ക് ഞാൻ പോകല് കേട്ടോ. എപ്പോഴെങ്കിലൊക്കെ പോകുള്ളൂ. അപ്പം അങ്ങനെ സാധനമൊക്കെ കടത്തി വേഗം പോവാം കേട്ടോ. മോൻ്റെ കൂടെ പോകണം. പിന്നെ ഇവൻ്റെ കൂടെ എപ്പോൾ പോയാലും വണ്ടിയിൽ പെട്രോൾ ഉണ്ടാവില്ല. അപ്പോൾ പെട്രോൾ അടിച്ചിട്ടൊക്കെ പോകണം. പിന്നെ എൻ്റെ വീട്ടിലേക്ക് പോകുമ്പോൾ ഒരാളൊഴിഞ്ഞ സ്ഥലം കേട്ടോ. അധികം തിക്കൊന്നുമില്ലാതെ. പിന്നെ ഈ പാലം പണി ഇനി അടുത്ത പ്രാവശ്യം ഞാൻ വീഡിയോ ഇടുമ്പോൾ കാണാൻ സാധിക്കും കേട്ടോ. കുറേ ആയി ഈ പാലം പണി തുടങ്ങിയിട്ട്. പിന്നെ വഴിയോരത്തൊക്കെ നല്ല നല്ല മണം അങ്ങനെ വരുന്നുണ്ട് കേട്ടോ. പൊരിക്കടികളുടെ മണം അങ്ങനെ വരുന്നുണ്ട്. അപ്പോൾ അതൊക്കെ ആസ്വദിച്ച് ഞങ്ങളുടെ വീട്ടിലെത്തി, എൻ്റെ നാട്ടിലെത്തി. അപ്പോൾ വീടാണ് ഈ പൊളിഞ്ഞാട് വീടുക്കാണ് വന്നത് നിങ്ങൾ വിചാരിക്കേണ്ടത്. എൻ്റെ തറവാട് കേട്ടോ. ഞാൻ 14 വയസ്സ് വരെ വളർന്ന ഈ വീട്ടിലാട്ടോ. ഈ വീട്ടിൽ ഒരുപാട് മക്കളും പേരക്കുട്ടികളും ഒക്കെ വളർന്ന തറവാട്. 10 ഇടങ്ങായൊക്കെ ചോറ് വെച്ച അടുക്കളയായിട്ടൊക്കെ